അശാസ്ത്രീയമായ ഹൈവേ വികസനം നിർത്തി പരിസ്ഥിതികൾക്ക് അനുയോജ്യമായ നിർമ്മാണം ആരംഭിക്കണമെന്ന ആവശ്യവുമായി കുട്ടിയം പറക്കുളം ജംഗ്ഷനിൽ ചതുപ്പ് നിലത്തിൽ തീർത്ത മതിലുകൾ ഒഴിവാക്കി തൂണിന്മേലുള്ള പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി പറക്കുളം ജനകീയ സമിതി സംഘടിപ്പിച്ച വൻപിച്ച പ്രതിഷേധ സംഗമം 12/12/2025 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക സംഘടനകളെയും സമൂഹത്തിലെ പല തുറകളിലുള്ള ജനങ്ങളെയും ഉൾപ്പെടുത്തി പറക്കുളം ജംഗ്ഷനിൽ നടന്നു. ഇത് പറക്കുളത്തെ ന്യൂ രാജസ്ഥാൻ മാർബിൾ കടയാണ്. ഇതിന്റെ ആ ഭാഗത്തോട്ട് കാണുന്ന വയലുകളാണ്. ആ വയലുകൾ നിരത്തി ധാരാളം വീടുകൾ വെച്ചിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ വരുന്ന ആ വയലിൽ നിന്ന് വരുന്ന വെള്ളം ഈ കാണുന്ന ഓടയാണ്. ഇത് ഓടയാണ്. ആ ഓടയിലൂടെ അപ്പുറത്തെ സൈഡിലേക്ക് ഒഴുകുന്നുണ്ട്. പക്ഷെ അതിന്റെ മുകളിലാണ് ഈ വൻമതിലുകൾ വന്നേക്കുന്നത്. അത് എത്ര സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിഷേധ യോഗമാണ്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വിഷയം നമ്മൾ ശക്തമായി ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള ജനകീയ സമിതി ഒന്നുകൂടി വിപുലമായി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ സംഘം അവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും എല്ലാവരെയും നേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾ ഐഡിയമില്ലാതെ നമ്മുടെ പ്രദേശത്തെ രണ്ടായി പിളർന്ന നടപടിക്കെതിരെ പല ഘട്ടങ്ങളിലായി വിവിധ സംഘടനകൾ, സാംസ്കാരിക നായകർ എല്ലാവരും കൊട്ടിയം ബേസ് ചെയ്ത് പല രീതിയിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇത്തരം പരിപാടികളെ എതിർക്കുകയും അതിന്റെ DPR കണ്ടതിന് ശേഷം ശക്തമായി പ്രതിഷേധ പരിപാടികൾ, ഞാൻ പറയേണ്ടതല്ല, നിങ്ങൾക്ക് എല്ലാം അറിയാം, വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചാണ് നമ്മൾ ഇതിനെ എതിർത്തത്. എന്നിട്ടും അനേകായിരം കുടുംബങ്ങളെ ഒഴിയാധാരമാക്കിയിട്ടുണ്ട്. ചെറു കച്ചവടക്കാർ തുടങ്ങിയിട്ടുള്ള വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം തന്നെ ദുസ്സഹമായി മാറി. നാഷണൽ ഹൈവേ വികസനം അനിവാര്യമാണ്, അത് വേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത്തരത്തിൽ ഉള്ള ഒരു വികസനമാണ് എന്നത് നമ്മളാരും സ്വപ്നത്തിൽ പോലും കണ്ട കാര്യമല്ല. ഇത് ആകാശത്തൂടെ പോകുന്ന പോലുള്ള ഒരു സമ്പ്രദായം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, ഭരണാധികാരികളെ, ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളെ ബോധ്യപ്പെടുത്തി ഇവിടെ ഇതിന് പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെടാം എന്ന് അറിയിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം, ഈ പ്രതിഷേധ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പണ്ട് 15 വർഷത്തിന് മുമ്പ് നാഷണൽ ഹൈവേ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയപ്പോൾ ആദ്യമായി നമ്മൾ നിങ്ങളോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ തയ്യാറാക്കുന്ന അലൈൻമെന്റ് ശരിയല്ല എന്നാണ്. അന്ന് അലൈൻമെന്റ് വളരെ വിദഗ്ധമായ ആളുകൾ സർവേ നടത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് മാറ്റം വരുത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ് NHAI എടുത്ത നിലപാട്. നമ്മുടെ പ്രക്ഷോഭ സമരം ഇപ്പോഴും തുടങ്ങിയല്ല. ഈ ഹൈവേ അതോറിറ്റി സ്ഥലമെടുക്കുന്ന കാലഘട്ടം മുതൽ നമ്മുടെ ഇതിന്റെ പ്രതിഷേധത്തിൽ മുന്നിലുണ്ടായിരുന്നു. അന്ന് പല ഭാഗങ്ങളിൽ സ്ഥലമെടുത്തപ്പോൾ നമ്മുടെ പലരും പല തട്ടിലാണ്. നമ്മുടെ അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ സാർ പറഞ്ഞ പോലെ അന്ന് എല്ലാവരുടെയും പ്രതീക്ഷ ഫ്രണ്ടിലത് പോകും, മുന്നിൽ വരും. ഞങ്ങളുടെ കല്ലടലില് ലാസ്റ്റ് ഞങ്ങൾ ഒരുപാട് സമരം, പക്ഷേ വ്യാപാരി വ്യവസായിയുടെ സമരങ്ങളും ഇവരെല്ലാം ഇതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് പല ഘട്ടങ്ങളിലും പല ഭാഗത്തും ഇറങ്ങിയപ്പോഴും സത്യത്തിൽ എല്ലാവരും പലരും കളിയാക്കുമായിരുന്നു. ഇത് നമ്മുടെ നാടിന്റെ പ്രശ്നമാണ്. നമ്മളിപ്പോൾ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണൊക്കെ വേറെ ആരൊക്കെയോ സമരം ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമ്മുടെ ഈ റോഡൊക്കെ ആരൊക്കെയോ ഏതൊക്കെയോ സമരം ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആരും പശ്ചാത്തപിക്കരുത്. അന്ന് ഞാൻ സ്വരം ഉയർത്തിയിരുന്നെങ്കിൽ, അന്ന് ഞാൻ സമരത്തിന് വന്നിരുന്നെങ്കിൽ, അന്ന് ഞാൻ ഇടപെട്ടിരുന്നെങ്കിൽ ഇതുണ്ടാവുമായിരുന്നില്ല. നമ്മൾ ആരും പിന്നീട് ദുഃഖിക്കാൻ ഇടവരാത്ത വിധം ഇതിന്റെ അവസാനം വരെ, ഇതിന്റെ വിജയം വരെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. എല്ലാ വിജയാശംസകളും ഈ ജനകീയ സംരംഭത്തിന് നേരുന്നു. ഇതിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഭാവുകങ്ങൾ. ഞാനിപ്പോ ഇവിടെ ഇരുന്നോണ്ട് ആലോചിച്ചത് നമ്മളെ ശങ്കരി അമ്മയുടെ ഇരിപ്പുണ്ട്, പറക്കളത്തപ്പുറത്ത്
നൂരാജന്റെ ബാക്കിലാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ ശങ്കരമ്മയുടെ അനിയത്തി ഇവിടെ ഇരിപ്പുണ്ട്. അത് നമ്മുടെ ടൊയോട്ടയുടെ തൊട്ട് ബാക്കിലാണ്. ഇവിടെ ഇരിപ്പുണ്ട് മണിച്ചേരി. ഞാനിങ്ങനെ ആലോചിക്കുക, ഇവര് പ്രായം ചെന്നവരാ. സാധാരണ ഇവര് നമ്മൾ നോക്കുമ്പോൾ ഈ റോഡിന് അപ്പുറം കുറുക്കൈ ശങ്കരമ്മ ഇപ്പുറം നിൽക്കുന്നതാണ്, മണിച്ചേരി അപ്പുറം നിൽക്കുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേ. ഇപ്പൊ ഇവര് കാണണമെങ്കിൽ ഒന്നേ കുട്ടിയേറ്റൂരിൽ തിരിച്ചു വരണം, അതല്ലെങ്കിൽ ഉമയന്നൂർ വന്ന് തിരിച്ചു വരണം. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വന്നിരിക്കുന്നത്. അന്നേരം ഈ ജനകീയ സമരത്തെ എന്റെ വാർഡില് എന്റെ ജനങ്ങളുടെ എല്ലാ പിന്തുണയും ഈ ജനകീയ സമരത്തിൽ ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ നാടിന്റെ കാലാവസ്ഥയും നമ്മുടെ നാടിന്റെ ഭൂപ്രകൃതിയും ഒക്കെ നോക്കി വളരെയേറെ ശാസ്ത്രീയമായി നിർമ്മിക്കേണ്ടിയിരിക്കുന്ന നമ്മുടെ ദേശീയപാത പല സ്ഥലത്തും അത് അശാസ്ത്രീയമാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുക. ദിവസങ്ങൾക്ക് മുമ്പ് മൈലക്കാട് നടന്ന ഒരു അപകടം കൊണ്ട് മാത്രം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമല്ലാതെ വളരെ പ്രധാനമായി ജനങ്ങളുടെ ജീവനും സമ്പത്തിനും സ്വൈരമായ ജീവിതത്തിനുമെല്ലാം തടസ്സമാകുന്നു എന്ന് എത്രയോ നേരത്തെ ഉറപ്പായിട്ടുണ്ട് ഇതിന്റെ പണിയുടെ ആരംഭഘട്ടത്തിൽ തന്നെ. മൈലക്കാട് മുതൽ പറക്കുളം വരെയുള്ള പ്രദേശങ്ങളിൽ ഈ ആയിവാൻ ഈ മണ്ണിട്ട് പൊക്കിയിരിക്കുന്ന പ്രത്യേകം 30 അടിയോളം 36 അടിയോളം പൊക്കമുണ്ട്. തീർച്ചയായിട്ടും അത് ഇന്നല്ലെങ്കിൽ നാളെ അത് അപകടത്തിലേക്ക് തന്നെ നയിക്കും എന്നുള്ളൊരു ബോധ്യം നമ്മൾ പൂർണ്ണമായും ഉണ്ടാകണം. തീർച്ചയായും ഇത് മാറ്റുകയും തൂണുകളിൽ ഈ ഭാഗം മുഴുവനായി പണിയുന്നത് വരെയുള്ള ഒരു ഐക്യദാർഢ്യത്തോടു കൂടിയുള്ള സമരത്തിലേക്ക് തന്നെ നമ്മളെല്ലാവരും ഇന്ന് വന്നവരും ഇനി വരാനുള്ളവരും, കാരണം അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു അവകാശം നഷ്ടപ്പെടുത്തി എന്ന കണക്കാണ് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്നത്. നിങ്ങൾക്കറിയാം, ഓരോരുത്തരുടെയും ജീവിത ചെലവ് തന്നെ 50 രൂപയ്ക്ക് ഓട്ടോയിൽ വരുന്ന അതേ വ്യക്തി തന്നെ അടുത്ത ദിവസം 120 രൂപ കൊടുത്ത് ഓട്ടോയിൽ വരേണ്ട അവസ്ഥയാണ്. അവിടുത്തെ ഒരു സംഘം നമ്മൾ യഥാർത്ഥത്തിൽ ആരംഭിക്കുമ്പോൾ ആ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 1 വർഷത്തിന് മുമ്പ് നമ്മളൊരു സമരം അവിടെ നടത്തിയിരുന്നു. അന്നൊന്നും നാഷണൽ ഹൈവേയുടെ അധികാരികൾ കണ്ടു തുറന്നില്ല. എന്നാൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തിക്കര അടിപ്പാത വേണം, അതായത് പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ഹൈവേ വന്ന് സംഗമിക്കുന്ന ഇത്തിക്കര ജംഗ്ഷനിൽ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിൽ ഒരു ക്രോസ് ചെയ്യാൻ ആൽച്ചനല്ലൂർ, ഇത്തിക്കര, ആയൂർ, ഓയൂർ പ്രദേശത്ത് വരുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടുന്ന ഒരു അടിപ്പാത നിർമ്മിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഏറെക്കാലം 1 മാസത്തോളം നീണ്ടു നിന്ന സമരം, ജനകീയ സമരം ഞങ്ങൾ സംഘടിപ്പിച്ചത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 19ാമത്തെ അനുച്ഛേദം നമുക്ക് നൽകുന്നത് സഞ്ചാര സ്വാതന്ത്ര്യമാണ്. അത് ഭയലേശമന്യേ സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമായിരിക്കണം നമുക്ക് വേണ്ടുന്നത്. ഇന്നുള്ള അവസ്ഥ എന്ന് പറയപ്പെടുന്നത് ഈ മതിലിന്റെ സൈഡിലൂടെ കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും 2 വീലറിലാണെങ്കിലും നടന്നാണെങ്കിലും യാത്ര ചെയ്യുന്നവർ ഭയത്തോടുകൂടി നോക്കുകയാണ്. ആ ഭയം നമ്മളിലേക്ക് അല്ലെങ്കിൽ ഉയർത്തിവിട്ടത് കൂരിയാടും അതുപോലെ തന്നെ മൈലക്കാടും ഒക്കെയാണ്. മൈലക്കാട് അത്ര വിദൂരമൊന്നുമല്ല, നമ്മുടെ പ്രദേശത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് മൈലക്കാട്. ഇന്നലെ മൈലക്കാട് സംഭവിച്ചുവെങ്കിൽ ഇനി സംഭവിക്കാനിരിക്കുന്നത് ഈ പറക്കുളത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോ എന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങൾ പറയുകയാണ്, നമുക്ക് ആവശ്യം ഈ ഇപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് ഈ റോഡിന്റെ വിള്ളലുണ്ട് അങ്ങനെ ഇങ്ങനെ. ആ ബിൽഡിംഗ് ഒക്കെ കണ്ട, ആ ബിൽഡിംഗ് മേളില് ടെറസിന്റെ മേളിൽ നോക്കിയ പാരപ്പറ്റിനകത്ത് ചിമ്മലുണ്ട് അല്ലേ, ചിമ്മലുണ്ട്. ആ ചിമ്മല് കൊണ്ട് ആ ബിൽഡിങ്ങിന് ശതമൊന്നും വെക്കത്തില്ല. ഇപ്പൊ ഈ റോഡിൽ കണ്ടുവരുന്നതും അത് തന്നെയാണ്. ഈ പ്രീകാസ്റ്റ് വാള്, ഈ അറി വാള് ഈ റോഡിന് ചിമ്മലുണ്ടായി ഒരു 1/2 അടി നീങ്ങിക്കഴിഞ്ഞാൽ വാള് തകർന്ന് പുറത്തോട്ട് വീഴും. അതുകൊണ്ട് അത് പ്രതീക്ഷിക്കാം നമുക്ക്. അതിനു മുമ്പേ തന്നെ നമ്മുടെ നാട്ടില് ശക്തമായിട്ടുള്ള സമരം സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ പറയുന്ന കണക്ക് പരക്കുളം മുതൽ മൈലക്കാട് വരെ നമുക്ക് ഫ്ലൈ ഓവർ തീർത്ത പാലം വേണം, കിട്ടും. തീർച്ചയായും ഈ സമരം ഈ നാടിന്റെ കണ്ണു തുറപ്പിക്കുന്ന സമരമായി മാറും എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ ഇത് വൈകിപ്പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത്രമാത്രം
യഥാർത്ഥത്തിൽ ഇത്രയും ഈ നാടിനെ കെട്ടിപ്പൂട്ടിയ വിചിത്രമായ ഈ നിർമ്മാണം വളരെ നേരത്തെ തന്നെ പ്രതിരോധിക്കേണ്ടതായിരുന്നു. അതിൽ നമ്മൾ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന് വലിയ തെറ്റാണ് പറ്റിയത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മൈലക്കാട് ഇറക്കത്ത് പെടുന്നതിനെ ഇതുവരെ ചെയ്തു വന്നിരുന്ന ഫ്ലൈ ഓവർ തകർന്ന് തരിപ്പണമാവുകയും നമ്മളെല്ലാവരും ദൃശ്യമാധ്യമത്തിൽ കൂടിയും നേരിട്ടും ഒക്കെ കണ്ട് വളരെയധികം ആശ്ചര്യപ്പെടുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ഈ പരക്കുളത്ത് ഇന്ന് ഈ ജനകീയ സമിതി വിളിച്ചുകൂട്ടിയത്. അത് തന്നെയാണ്. പക്ഷെ വിഭിന്നമായ സമരരീതി സംഘടിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നമ്മളിപ്പം ഇതിന് ഒരു തണുത്തുറഞ്ഞ, അതായത് ഒരു പരിപാടിയിട്ട് ഒരു യോഗം നടത്തി കുറച്ച് പേര് ഒന്ന് പ്രസംഗിച്ച് നമ്മൾ പ്രതിഷേധമൊക്കെ അറിയിച്ച് പോയിട്ട് കാര്യമില്ല. ഇവര് ഈ ശിവാലയ കൺസ്ട്രക്ഷൻസ് കമ്പനി ഈ പരിപാടികൾ അവർ വരയിട്ട് കഴിഞ്ഞു. അവരുടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ഏതാണ്ട് തീരുന്നതിൻ്റെ 95% കഴിഞ്ഞു. അവർ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ സമരപരിപാടിയായിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിശക്തമായ പരിപാടി ഇവരുടെ ഈ പ്രവർത്തനം നിർത്തിവെപ്പിക്കണം.